ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ അബ്രഹാം ഓസ്ലർ എന്ന സിനിമ റിലീസ് ചെയ്യുകയാണ്. അതൊരു മെഡിക്കൽ ക്രൈം ത്രില്ലറാണെന്നാണ് പറയുന്നത്. ജയറാമാണ് നായകൻ. കുറേ കാലത്തിന് ശേഷം ഏറെ പ്രതീക്ഷയോടെ ജയറാം പ്രതീക്ഷിക്കുന്ന ഒരു നല്ല സിനിമയാണ് ഓസ്ലർ എന്ന് പറയുന്നത്. അത് പ്രതീക്ഷ വെച്ചാൽ വമ്പൻ സാമ്പത്തിക വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നല്ലൊരു പോലീസ് ഓഫീസറായിട്ടാണ് അരങ്ങേറ്റം കുറിക്കുന്നതിൽ. അത് ഈ കാലത്ത് പോലീസ് വേഷങ്ങൾ ജനങ്ങൾ കൂടുതൽ സ്വീകരിക്കും. അതിനുദാഹരണമാണ് മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ്. അത് വമ്പൻ രീതിയിൽ പോകുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇതിൽ ജയറാമിൻ്റെ നായിക അനശ്വര രാജനാണെന്ന് ആലോചിക്കണം. അനശ്വര രാജൻ ആരാണെന്ന് നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് കൂടുതൽ മനസ്സിലായിട്ടുണ്ട്. മോഹൻലാലിൻ്റെ നേര് എന്ന ചിത്രത്തിൽ നായിക. പ്രേക്ഷകർ പറഞ്ഞു, അയ്യോ ഇതെന്തൊരു അഭിനയമാണ് ഈ കുട്ടി കാണിച്ചിരിക്കുന്നത്. ഇത്രയും മനോഹരമായി അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്ക് മഞ്ജു വാര്യരെയും ശോഭനയും കുറിച്ചാണ് ഓർമ്മ വരുന്നത്. ഇനിയൊരു പേര് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യകാലത്തെ ആത്മഹത്യ ചെയ്തൊരു നടിയുണ്ട്, ശോഭ. ആ നടിയെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത് എന്നൊക്കെയാണ് പ്രേക്ഷകർ നേര് കണ്ട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ചിലർ പറഞ്ഞു അങ്ങനെ ഒരു പടം കൊണ്ട് വിലയിരുത്താൻ വരട്ടെ എന്ന്. ഞാൻ പഴയ സിനിമകൾ പരതി നോക്കി ഈ കുട്ടിയുടെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മഞ്ജു വാര്യർ അമ്മയും അനശ്വര രാജൻ മകളുമായി അഭിനയിച്ചൊരു സിനിമയുണ്ട്. അതിൽ നെടുമുടി വേണുവുണ്ടായിരുന്നു. ഉദാഹരണം സുജാത. സത്യത്തിൽ അന്നേ ആ കുട്ടി ശ്രദ്ധിക്കപ്പെട്ടതാണ്. കാരണം മഞ്ജു വാര്യർക്കൊപ്പം പിടിച്ചു നിന്നുകൊണ്ട് ഭയമില്ലാതെ അഭിനയിച്ച് തകർത്തു എന്ന് പറയുന്നതാണ് ശരി. വേറെ വല്ല ആർട്ടിസ്റ്റുകളായിരുന്നെങ്കിൽ തളർന്നു പോകുമായിരുന്നു. അതില്ലാതെ തന്നെ, കാരണം പവർഫുള്ളായ രണ്ട് കഥാപാത്രങ്ങൾ, ആ അമ്മയും മകളും, അവരുടെ മാനസിക സംഘർഷങ്ങൾ, ഏറ്റുമുട്ടലുകൾ, ഇതൊക്കെ ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി പഠിക്കുന്ന കഥാപാത്രം അഭിനയിച്ചുകൊണ്ട് കാഴ്ചവെച്ചു. അന്നേ തീരുമാനിച്ചതാണ് ഞങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരും സംവിധായകരും നിർമ്മാതാക്കളും, ഈ കുട്ടി മലയാളത്തിൻ്റെ ഓമനപുത്രിയായി വരും, നല്ല സിനിമകൾ കിട്ടുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നല്ല സിനിമകൾ കിട്ടി, പേരെടുത്തു. പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാവുന്നത് ഇപ്പോൾ നേരാണ്. മോഹൻലാലിൻ്റെ നേര് കണ്ടവർക്കറിയാലോ. അതായത് മുഖം മറച്ചുകൊണ്ട് തട്ടമിട്ടുകൊണ്ട് അഭിനയിക്കുന്ന ഒരു കഥാപാത്രം. മറ്റൊരു, അതായത് റേപ്പിന് വിധേയമായ അന്ധയായ പെൺകുട്ടി, അതാണ് ആ കഥാപാത്ര പ്രത്യേകത. അന്ധയായൊരു പെൺകുട്ടിക്ക് അതിൻ്റേതായുള്ള കുഴപ്പങ്ങളുണ്ടായിരിക്കും അഭിനയത്തിന്. അപ്പോൾ അതും മനോഹരമാക്കി. തനിക്ക് കണ്ണ് കാണുകയില്ല എന്ന് ബോധ്യമായിട്ടും കാഴ്ച ചില കാര്യങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് കണ്ണുള്ളവരെക്കാൾ അതിമനോഹരമായി ജീവിതത്തെ മുന്നോട്ട് നീക്കിയ ഒരു കലാകാരിയാണ് അതിലത്തെ സാറ എന്നുള്ള കഥാപാത്രം. അതിപ്പോഴും ആ കുട്ടിയെ കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ വരുന്ന കുടുംബ പ്രേക്ഷകരെ എനിക്കറിയാം. ആ കുട്ടിയുടെ അഭിനയമാണ്. കാരണം ഇങ്ങനെ ഇത്രയും മനോഹരമായൊരു കുട്ടി നമ്മുടെ വീട്ടിലില്ലല്ലോ എന്നുപോലും പറയുന്നവരുണ്ട്. അത് അങ്ങനെ ആ കുട്ടി മുന്നേറുമ്പോഴാണ് അടുത്ത സിനിമ എന്തായിരിക്കും, അടുത്ത സിനിമയിൽ ഇതുപോലെ, ഈ സിനിമയിൽ ഇതുപോലെ സാറയെപ്പോലെ അല്ലെങ്കിൽ സാറയ്ക്ക് മീതെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അതിനിടയിൽ ചില വാർത്തകളെല്ലാം വന്നു, ജയറാമിൻ്റെ നായികയായിട്ടാണ് ഈ കുട്ടി അഭിനയിക്കുന്നത്. അപ്പോൾ അതെനിക്ക് മറ്റേ സിനിമയിൽ നിന്ന് സാറ എന്ന കഥാപാത്രത്തിൽ നിന്ന് വിരുദ്ധമായി ഉള്ളൊരു കഥാപാത്രം, അതൊരു ഹിന്ദു നെയ്മുള്ള കഥാപാത്രം, കുറിയിട്ടുകൊണ്ട്, അതായത് ഒരു നാടൻ പെൺകുട്ടി, നമ്മുടെയൊക്കെ നാടൻ പെൺകുട്ടി ഈ അമ്പലത്തിൽ പോയി വരുന്ന രംഗം ഒക്കെ അങ്ങനെ ഇരിക്കും. അതുപോലെ മെലിഞ്ഞ ഒരു പെൺകുട്ടി കഥാപാത്രം സുജ എന്ന കഥാപാത്രമാണ്. കഥാപാത്രം വിശദാംശങ്ങളിലൊന്നും ഇവർ പുറത്തു വിടുന്നില്ല. വിശദാംശങ്ങൾ പുറത്തു വിട്ടിട്ടില്ലെങ്കിലും മറ്റതിൻ്റെ സാങ്കേതിക പ്രവർത്തകരുടെ വാക്കുകളിലൂടെ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കാരണം ജയറാം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഈ സിനിമയായി ഒരുപക്ഷെ സുജ എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അതിന് എന്തെങ്കിലും പോറലേൽക്കുകയാണെങ്കിൽ അത് വലിയ വിഷമമായിരിക്കും. അവിടെ ഒരു ഭാഗത്ത് മോഹൻലാൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ജയറാമാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഹിറ്റ് നടനല്ല മലയാള സിനിമയിൽ.
അപ്പോൾ നടൻ്റെ പേരൊരു പ്രധാന ഘടകം തന്നെയാണ്. നേര് മോഹൻലാൽ അല്ല വേറൊരാളാണെങ്കിൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ടായേനെ. ചിലപ്പോൾ കളക്ഷൻ്റെ കാര്യത്തിൽ കുറയുമായിരിക്കാം. ഈ സിനിമ തുടങ്ങി 21 മിനിറ്റോ 22 മിനിറ്റോ കഴിഞ്ഞിട്ടാണ് മോഹൻലാൽ വരുന്നവിടെ. അതൊന്നൊരു പ്രശ്നമായില്ലെങ്കിൽ പോലും മോഹൻലാലിൻ്റെ സ്റ്റാർഡം തന്നെയാണ് ആ സിനിമയെ ഒരു പരിധി വരെ വിജയത്തിലെത്തിച്ചത്. മഹാത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ടില്ല. മോഹൻലാലിൻ്റെ സാധാരണ നൽകുന്ന അഭിനയങ്ങൾ അതൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാലും നന്നായി ചെയ്തു എന്നൊരു സർട്ടിഫിക്കറ്റ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ സർട്ടിഫിക്കറ്റുമായിട്ടാണ് അനശ്വര രാജൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ആലോചിക്കണം. അത് മലയാള സിനിമയിൽ ആ കുട്ടി എന്തൊക്കെയോ ആയിത്തീരും. പക്ഷേ എന്തൊക്കെയോ ആയിത്തീരണമെങ്കിൽ നല്ല സംവിധായകരുടെ കൈകളിൽ, നല്ല എഴുത്തുകാരുടെ കൈകളിൽ ആ കുട്ടി ചെന്ന് പെടണമെന്നുള്ളതാണ്. ഇനി ഇത്രയൊക്കെ അഭിനയിക്കുമ്പോൾ ധാരാളം ഓഫറുകൾ വരും. ഞങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ട് അങ്ങനെയുണ്ട്. ചില കഥ പറയാൻ വീരന്മാർ ഇവിടെയൊക്കെ ഉണ്ട്. അവർ കഥ പറഞ്ഞു തുടങ്ങിയാൽ ഇങ്ങനെയൊരു കഥാപാത്രം, ഇങ്ങനെയൊരു സിനിമ മലയാള സിനിമയിൽ നിന്നല്ല, തമിഴ് സിനിമയിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കഥ പറച്ചിൽ. കഥ കേട്ട മാത്രയിൽ വെട്ടിൽ വീഴുന്ന എത്രയോ പേരിവിടെ ഉണ്ടായിട്ടുണ്ടെന്നറിയോ. എന്നാൽ അത് സിനിമയായി വരുമ്പോൾ അത്രയും പ്രാധാന്യവും കാണില്ല. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത് എന്താണ്, അനശ്വര രാജിനെ തേടി ഇനി ധാരാളം പ്രൊഡ്യൂസർമാർ വരും, സംവിധായകരും വരും. ആ വരുന്നവരുടെ എല്ലാവരുടെയും അഡ്വാൻസ് വാങ്ങി ബുക്ക് അഭിനയിക്കാനുള്ള സൈൻ ചെയ്ത് കൊടുക്കരുത്. കാരണം കാശ് പറ്റിക്കഴിഞ്ഞാൽ അഭിനയിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് നോക്കട്ടെ, കഥ കൃത്യമായി കേൾക്കണം, ആരാണ് സംവിധായകൻ നിലയ്ക്കണം. പുതിയ സംവിധായകനായിക്കോട്ടെ, പുതിയ സംവിധായകനാകുമ്പോൾ അയാൾ ഏതെല്ലാം വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്, ആരുടെ കൈ കൂടെയാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു സംവിധായകൻ്റെ കീഴെ അസോസിയേറ്റ് ചെയ്ത ഒരാളാണ് വരുന്നതെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, അയാൾ പ്രൂവ് ചെയ്തിട്ടില്ല താൻ ആരാണെന്ന്. അല്ലെങ്കിൽ തെളിയിക്കപ്പെടുന്ന ആലോചിക്കണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവരാണ് തിരക്കഥ എഴുതുമെങ്കിൽ ആ തിരക്കഥയെങ്കിലും വായിച്ച് നോക്കണം. തിരക്കഥ വായിച്ച് നോക്കുമ്പോൾ അറിയാം ആ സിനിമയുടെ പിടിപ്പുകേട് എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിൽ തനിക്ക് പറഞ്ഞ കഥാപാത്രത്തിന് തന്നോട് കഥ പറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന പ്രസക്തി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ എല്ലാ പടങ്ങളും വാരി പിടിക്കാതെ കുറേ നല്ല സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് മുന്നേറുകയാണെങ്കിൽ അനശ്വര രാജൻ മലയാളത്തിൽ മാത്രമല്ല ബഹുഭാഷകളിൽ തന്നെ പ്രശസ്തിയായി തീരും. കാരണം ആ കുട്ടിയുടെ രീതി കണ്ടിട്ട് തമിഴ് പല ഭാഷകളിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ. ഒരു മലയാളി പെൺകുട്ടി ബഹുഭാഷകളിൽ പ്രശസ്തയാകുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുറേ നല്ല നടികൾ, നല്ല നടന്മാർ ബഹുഭാഷകളിൽ പോയിട്ടില്ലേ. ഇപ്പോൾ നടന്മാരിൽ തന്നെ ഇപ്പോൾ ഫഹദ് ഫാസിലും പൃഥ്വിരാജും ഇപ്പോൾ മത്സരിച്ചു കൊണ്ടല്ലേ പല ഭാഷയിൽ അഭിനയിക്കുന്നു എന്നതുപോലെ ഈ കുട്ടി അനശ്വര രാജനും ഈ പുതിയ സിനിമയിലൂടെ നമ്മൾ കണ്ടിട്ടേത് പറയാൻ പറ്റുമെങ്കിലും തോന്നുന്നു സാറയോടൊപ്പമോ അല്ലെങ്കിൽ സാറയുടെ ഇത്തിരി മുകളിലോ നിൽക്കുന്ന കഥാപാത്രമായിരിക്കും പുതിയ അബ്രഹാം ഓസ്ലറിലേതുള്ളത്. അപ്പോൾ മോഹൻലാലിൻ്റെ നായിക പദവി കഴിഞ്ഞ് ജയറാമിൻ്റെ നായിക പദവിയിലേക്ക് എത്തുമ്പോൾ മലയാളികൾ പ്രതീക്ഷിക്കുന്ന തലത്തിലുള്ള പ്രകടനം അഭിനയം കാഴ്ചവെക്കാൻ ഈ മിടുക്കിയായ പെൺകുട്ടിക്ക് കഴിയട്ടെ.